അപ്പോൾ സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് പുതിയ തലമുറയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ നോക്കണം. കള്ളുകുടി, ലഹരിയുടെ ഉപയോഗം ഏത് കാലത്തും അതിന് ലക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കൂല ലക്ഷണം. പണ്ടൊക്കെ കള്ളുടിച്ച ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ WWW എന്ന് എഴുതിയ മാതിരിയ വരിക, അതൊരു അടയാളമാണ്. പക്ഷെ ഇന്ന് ആ അടയാളമില്ല. ഇന്ന് ആട്ടം നിർത്തിയിട്ടുണ്ട്, ആടൂല, നേരെ ഇങ്ങനെ വരികയുള്ളൂ. അപ്പം അതുകൊണ്ട് പഴയ ലക്ഷണങ്ങൾ പുതിയ കാലത്ത് ഉണ്ടാവില്ല, അപ്പം ലക്ഷണം വേറെ ഉണ്ടാവും. പണ്ടൊക്കെ ഇങ്ങനെ കള്ളുടിച്ചാൽ ഓൻ്റെ കണ്ണ് ചോക്കും. ഇപ്പോൾ കള്ളുടിച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിനൊറ്റിക്കാനുള്ള മരുന്നും കിട്ടും. വല്യമ്മാൻ്റെ അളന്നിയും കോയമ്പാണെന്നാണ് തോന്നുക. അപ്പോൾ അതുകൊണ്ട് കണ്ണ് ചോക്കലും ഇല്ല. അങ്ങനെയാണ്. കള്ളുടിച്ചാൽ വാസന ഉണ്ടാവും. ഇപ്പോൾ വാസന നിർത്തി എന്നാണ് കേട്ടത്. മദ്യം, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലഹരിയുടെ കൂടെ തന്നെ തൊള്ളയിലിടാൻ പറ്റിയ നല്ല ഊതിൻ്റെയൊക്കെ വാസനയുള്ള പാക്കൊക്കെ കിട്ടും. അപ്പോൾ കള്ളുടിച്ചിട്ട് വരുമ്പോൾ ആള് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുക. നല്ല ഊതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ പഴയ അടയാളങ്ങൾ ഉണ്ടാവില്ല, പുതിയ അടയാളങ്ങൾ നോക്കണം. എന്താണ് പുതിയ അടയാളങ്ങൾ? ഞാൻ ഇപ്പോൾ കുറച്ച് അടയാളമാണ് പറയേണ്ട കാര്യമൊന്നുമില്ല, നാളെ മാറും. എന്നാലും കുറച്ച് അടയാളം പറയാം. ഒന്ന്, പാൻറ്റിൻ്റെ പോക്കറ്റ് വാസന ഉണ്ടാവും എന്നുള്ളതാണ്. തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ ഉമ്മാർ നിർബന്ധമായിട്ടും കുട്ടികളെ പാൻറ്റിൻ്റെ പോക്കറ്റ് വാസനിച്ച് നോക്കണം. ചന്ദനത്തിരിയുടേത് പോലെയുള്ള വാസനകൾ തോന്നുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ അതിൽ വെച്ചു എന്നതിൻ്റെ ഒരു ചെറിയ തെളിവായിട്ട് അതെടുക്കാം. വാസന ഒന്നുമില്ല, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കരുത്. അതൊരടയാളമാണെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. വീട്ടിലാകുന്ന സമയത്തെപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. ഒഴിഞ്ഞിരുന്ന് ദൂരേക്കിങ്ങനെ നോക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. 20 രൂപയോ 50 രൂപയോ തുടങ്ങിയ 100 രൂപയിൽ താഴെയുള്ള പൈസ പെരേന്ന് ഇടക്കിടക്ക് കാണാതാകണത് വീട്ടിലാർക്കോ ലഹരി ഉപയോഗമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചെറിയ ചെറിയ പെട്ടികൾ കാണുന്നത്, ചെറിയ ബോക്സ്, എന്തിൻ്റെന്നറിയാത്ത ചെറിയ ചെറിയ ബോക്സുകൾ കാണുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിള്, മോട്ടോർ സൈക്കിള് പോലത്തെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടാകുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമായി കണക്കാക്കാം. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതും കണ്ണിൻ്റെ ചുറ്റുഭാഗത്ത് അടയാളമാറ്റം കാണപ്പെടുന്നതും ലഹരിയുടെ അടയാളമായി മനസ്സിലാക്കാം. അകന്ന കുടുംബത്തോട് ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ ഇഷ്ടവും അടുത്ത കുടുംബത്തോട് അടങ്ങാത്ത ദേഷ്യവും കാണിക്കുന്നത് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ അടയാളമായി മനസ്സിലാക്കാം. ഉമ്മാനോടും പെങ്ങന്മാരോടും വലിയ വീറ, ഇളയമാൻ്റെ മാളെ കെട്ടിച്ചു കൊടുത്ത് കിടക്കിടക്ക് പോണുണ്ട്. അകന്ന കുടുംബത്തോട് താല്പര്യം, അടുത്ത കുടുംബത്തോട് ദേഷ്യം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ലഹരി ഉപയോഗം ഉണ്ടോ നോക്കണം. ഈ പറയണത് നാട്ടുകാരെ കുട്ടികളെ പറ്റിയിട്ടല്ല, അവനാൻ്റെ കുട്ടികളെ നോക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് മറ്റവനോട് ഇക്കാരെന്ന് വിചാരിക്കരുത്. ഈ ഇരിക്കണ എല്ലാവരോടുമാണ്, സ്റ്റേജുമുള്ളവരോടും സദസ്സിലുള്ളവരോടും ഇന്നോടും നിങ്ങളോടും എല്ലാവരോടുമാണ് ഈ പറയണത്. അവനാൻ്റെ കുട്ടികളെ നോക്കണം. ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും 3 അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് ഏകദേശം ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം. ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്
ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പറയുന്ന പേര്. ഗവൺമെൻറ്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഡി അഡിക്ഷൻ സെൻ്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര്. അവിടെ കൊണ്ടുപോയാൽ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ കഴിയുന്നതായിരിക്കും തുടക്കത്തിലാണെങ്കിൽ, അത് മതിയാവും. എന്നാൽ ഭൂരിഭാഗവും മരുന്ന് കൂടി കഴിക്കേണ്ടി വരും. അങ്ങനെ മരുന്ന് കൊടുത്താൽ ഇന്ന് മാറ്റിയെടുക്കാവുന്ന അസുഖമാണ് അഡിക്ഷൻ. മരുന്ന് കൊടുത്താലും മാറ്റിയെടുക്കാം. വേറൊരു കാര്യം കൂട്ടത്തിൽ പറയാം, ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയ വലിയ അഡിക്ഷൻ ഒരു പക്ഷേ ലഹരി ആയിരിക്കും, പക്ഷെ സത്യത്തിൽ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട്. ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ. ലഹരിയുടെ മേലെയാണത്. ലഹരിക്ക് താഴെയുള്ള അഡിക്ഷനും ഉണ്ട്. ഷോപ്പിംഗ് അഡിക്ഷനാണ് ഏറ്റവും ചെറിയ അഡിക്ഷൻ. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിക്ക് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിക്കാണ് കയറിയിട്ട് ആ കൊട്ടയും വലിച്ചുങ്ങാണ്ട് ഇങ്ങനെ നടന്നുങ്ങാണ്ട് കാണുന്നതൊക്കെ അതിക്ക് ഇങ്ങനെ എടുത്തിട്ടിട്ട് ബില്ലടക്കുക. ആവശ്യമൊന്നുമില്ല, കണ്ടപ്പോൾ എടുക്കുക തന്നെ. അവസാനം കീശയിലുള്ള കായ് തികയില്ല, അപ്പോൾ കാർഡ് എടുത്ത് കൊടുക്കുക. അതും തികയണില്ല, അപ്പോൾ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നാളെ തരട്ടോ എന്ന് പറയാം. ഏറ്റവും ചെറിയൊരു അഡിക്ഷനാണത്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല, പോണതിന് മുമ്പ് നമുക്ക് എന്തേ സാധനം വേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് വേണം. എന്നിട്ട് പോയിട്ട് ആവശ്യമുള്ള സാധനം വില കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതും നോക്കി തിരഞ്ഞെടുക്കണം. വില കുറയണം, അത് നമ്മളെ സാമ്പത്തികത്തിൻ്റെ ഭാഗമാണ്. അതേ സമയത്ത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ ജീവിതത്തിൻ്റെ നിലവാരം കുറയുമെന്നാണ്. ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾ ക്വാളിറ്റി ഉള്ള ആളായിരിക്കും. ക്വാളിറ്റി കുറഞ്ഞ വസ്തു ഉപയോഗിക്കുന്ന ആൾ ക്വാളിറ്റി കുറഞ്ഞ ആളും ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ക്വാളിറ്റിയിൽ നിലവാരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, വിലയിൽ കോംപ്രമൈസ് ഉണ്ടാവും വേണം. കാരണം അത് നമ്മളെ സാമ്പത്തികത്തെ ബാധിക്കും. അപ്പം അങ്ങനെ. അപ്പോൾ ഏറ്റവും ചെറിയ അഡിക്ഷൻ ഷോപ്പിംഗ് അഡിക്ഷനാണ്. ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിലാണ് ശരിക്ക് ലഹരി അഡിക്ഷൻ ഉള്ളത്. അതേസമയത്ത് ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് ലഹരി അഡിക്ഷനെ കുറിച്ചാണ് എന്ന് മാത്രം. അത് ബുദ്ധിയെ താറുമാറാക്കുന്നതാണ്. അപ്പോൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം എന്നതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾ പരസ്പരമുള്ള സാഹോദര്യബന്ധം തകരാൻ 3 കാരണങ്ങളാണ്. ഒന്ന് കളിയാക്കലാണ്, രണ്ടാമത്തേത് സ്വന്തം ശരീരത്തെ ആക്രമിക്കലാണ്, ഇനി മൂന്നാമത്തത് പറയാം. മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളുടെ ടൈറ്റ് പേര് വിളിക്കരുതേ. എൻ്റെ വക ഒന്നുമില്ല കേട്ടോ, ഖുർആൻ ഓതി അർത്ഥം വെച്ചതാണ്. നിങ്ങൾക്ക് ഇന്നോട് ഈറൊടിച്ചിട്ട് ഒരു കാര്യമില്ല, ഇന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല. ഖുർആൻ ഓതി അർത്ഥം വെച്ചതാണ്. വലാ തനാബസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധം തകർക്കും ടൈറ്റ് പേര് വിളിച്ചാൽ. ഇന്ന് നമുക്കിടയിൽ ചില ആളുകളുടെ ഒറിജിനൽ പേര് എന്താണെന്ന് പോലും അറിയാത്ത തരത്തിൽ ടൈറ്റ് പേര് വ്യാപകമാണ്. ഓമനപ്പേരല്ല ഉദ്ദേശിച്ചത് കേട്ടോ, അത് വിളിച്ചോളി, കുഴപ്പമൊന്നുമില്ല. സ്ഥാനപ്പേരും അല്ല ഉദ്ദേശിച്ചത്, അതും വിളിച്ചോളി, അതിനും കുഴപ്പമില്ല. സ്ഥാനപ്പേരല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ലഖബലം എന്ന് പറഞ്ഞാൽ സംഗതിയിൽ ഓമനപ്പേരാണ്. പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം ഓമനപ്പേരല്ല, അതിന് കുഴപ്പമില്ല. കുഞ്ഞുട്ടിയോലേര് എന്ന് വിളിക്കണതിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞാപ്പുവാജി എന്ന് വിളിക്കണതിന് കുഴപ്പമില്ല. അത് ഓമനപ്പേരാണ്. വിളിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സന്തോഷം ഉണ്ടെങ്കിൽ ഒരു വിരോധമില്ല. അല്ലെങ്കിലും പേര് വിളിക്കുമ്പോൾ വിളിക്കണവന് ഇഷ്ടപ്പെട്ട പേരല്ല വിളിക്കേണ്ടത്, കേൾക്കണവന് ഇഷ്ടമുള്ള പേരാ വിളിക്കേണ്ടത്. വിളിക്കുന്ന ആൾക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടാവും. വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ട പേരിനെയല്ല നല്ല പേരെന്ന് പറയുന്നത്. കേൾക്കുന്നവന് കേൾക്കാൻ ഇഷ്ടമുള്ള പേരാണ് നല്ല പേര്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അവൻ്റെ പേരെന്നാണ്. ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായിക്കുമെന്നാണ്.
അപ്പം നമ്മളെല്ലാവരും കൂടി ഇവിടെ എങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും 3ാം ക്ലാസ്സുകാരാണെന്ന് വിചാരിച്ചോളി, ഞാൻ 3ാം ക്ലാസ്സിൽ ഉസ്താദുമാണ്. അങ്ങനെ വിചാരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളെല്ലാവരും ഇപ്പം 3ാം ക്ലാസ്സിലാണല്ലോ, ഞാൻ 3ാം ക്ലാസ്സിൽ ഉസ്താദാണ്. അപ്പോൾ 3ാം ക്ലാസ്സിൽ ഉസ്താദ് കുട്ടികളോട് പറയാണ്, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആരേലും ഒരാൾ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞാൽ ആരും നീച്ചൂല. എല്ലാവരും കരുതും അത് മറ്റോ പോയിക്കോളും, ആരേലും ഒരാളല്ലേ, അതോ പോയിക്കോളും. അതേ സമയത്ത് അബ്ദുറഹ്മാൻ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ എഴുന്നേൽക്കലും പോകലും നിർബന്ധമാകും. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അയാളുടെ പേര്.